കുറച്ച് ദിവസം മുന്നേ നമ്മളെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ചാനലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഫുഡ് റിവ്യൂ, പിന്നെ ട്രാവൽ വ്ളോഗ്, അതുപോലെ തന്നെ ഡ്രസ് ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളൊരു ചെറിയ സജഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്ത് ഫുഡ് റിവ്യൂ വേണോ, ആകുന്ന പണിക്ക് എന്നാൽ പോരെയെന്ന്. ചെറുപ്പം തൊട്ട് അങ്ങനെയുള്ള കമൻറ്റ്സ് കേൾക്കുമ്പോൾ അത് ചെയ്തു നോക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതാണ് ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അജ്മൽ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവരൊരു സ്പെഷ്യൽ ആയിട്ടുണ്ട്, ബാംബു ബിരിയാണി. അപ്പോൾ ഇതാണ് നമ്മുടെ അജ്മൽ റെസ്റ്റോറൻറ്റ്. മച്ചു ഓർഡർ ചെയ്യും. ഞാൻ ഓർഡർ ചെയ്യണം. നീ എന്നെ ചെയ്തോ. ശരി, ഞാൻ ഓർഡർ ചെയ്യാം. പുള്ളിക്കാരനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഇതാണ് സബിത് എ വി കൂറ്റനാട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരനെ പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ പ്രളയത്തിൻ്റെ സമയത്ത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് കുറച്ചുണ്ട്. ഞണ്ടല്ലേ, ഞണ്ട്, പിന്നെ ബിരിയാണി, പിന്നെ പൊറോട്ടയിൽ എന്തോ ഒരു സെറ്റപ്പ് ഒക്കെ ഇവർക്ക് ഉണ്ട് അത്രേ. അപ്പോൾ നമുക്കത് മൂന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഏതായിരുന്നു ഞണ്ടിലേതായിരുന്നു? ഞണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ ഉള്ളത് ക്രാബ് പൊരിച്ച് പുരട്ടിയത്, പിന്നെ ക്രാബ് കുരുമുളക് റോസ്റ്റും, പിന്നെ ക്രാബ് വെറ്റിച്ചതും. നമുക്കതിൽ ക്രാബ് ബിരിയാണിയിൽ സ്പെഷ്യൽ ഉണ്ട്, ബാംബു ബിരിയാണി. ബാംബു ബിരിയാണി അതന്നെ. ഇവർക്ക് കാൻ ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ മൂന്നെണ്ണം എടുക്കാം. ഈ ക്രാബ് പൊരിച്ച് പുരട്ടിയത് എടുക്കാം, പിന്നെ ബിരിയാണി, അതുപോലെ തന്നെ നേരത്തെ എന്താ പറഞ്ഞേ, പൊറോട്ട എന്തോ പറഞ്ഞിട്ടല്ലോ, പൊതി പൊറോട്ട. ഓക്കെ. അപ്പോൾ മനുവിന് എന്തോ ഉണ്ട്? നമ്മുടെ ഒരു ക്യാമറമാൻ ഉണ്ട്, പുള്ളിക്കാരൻ ക്യാമറ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും മനു. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം അല്ലേ ബോസ്? പൊതി പൊറോട്ട ചിക്കൻ അതെടുത്തു. അതിന് ശേഷം ബാക്കി സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഫുഡ് എത്തി. നമുക്ക് ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. ഞണ്ട്, നമ്മുടെ വീക്ക്നെസ് ഞണ്ട്. ഇതെന്താ കുടമ്പുളിയൊന്നും? അതെ. ഓ ഒരു രക്ഷയില്ല, അടിപൊളി ഞണ്ട്, അടിപൊളി. അമ്മ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയൂ. ഇഷ്ടപ്പെട്ടു. ഇത് പൊറോട്ട വിത്ത് മട്ടൻ അടിപൊളി. ഇനി ബിരിയാണി നോക്കാം. സാധാരണ ഫുഡ് റിവ്യൂവിലും കാണും പോലെ. അപ്പോൾ ബിരിയാണി നമ്മൾ മാർക്കിട്ടു. ഞണ്ട് ഒരു രക്ഷയില്ല, അടിപൊളി. ബിരിയാണിയും ഓക്കെയാണ്. നമ്മൾ പൊറോട്ട പൊതി പൊറോട്ട കൊള്ളാം. വേറെ പൊറോട്ട ഉണ്ട്. അടിച്ച പൊറോട്ട അടിപൊളി. നമ്മളെ തോവിനെ പറയും പോലെ ഈ പൊറോട്ട ഇങ്ങനെ എടുത്ത് അവിടുന്ന് ചെറുങ്ങനെ ഈ റോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് അത് നല്ലോണം മുക്കി അതിൽ ഞണ്ടിൻ്റെ ഒരു ചെറിയൊരു പീസ് അങ്ങ് വെച്ച് നമ്മളെ ഉസ്താദ് ഹോട്ടലിൽ പറയും പോലെ കഴിക്കുമ്പോൾ വയറ് മാത്രം നിറഞ്ഞാൽ പോരാ, മനസ്സ് നിറയെന്ന് പറയല്ലേ. ഇവിടെ ബില്ല് കുറവായിരുന്നു.
അപ്പോൾ നമ്മൾ മനസ്സൊന്നും അറിഞ്ഞിട്ടുണ്ട്. അധികം ബില്ലൊന്നും ആയിട്ടില്ല, നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ 3 കൂടി നല്ല തട്ട തട്ടിയ, പക്ഷേ ബില്ല് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ് റിവ്യൂ. ഇത് ഞാൻ ചെയ്യാൻ തന്നെ കാരണം ആ പുള്ളിക്കാരൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറ്റൂല എന്ന് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കണം. അതിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, പക്ഷേ നിങ്ങളത് ചെയ്തു നോക്കണം. അപ്പോൾ നിങ്ങൾ അഥവാ ഈ അൽനാദാബാദ് വരികയാണെങ്കിൽ ചുമ്മാ കയറി നമ്മളെ അജ്മൽ റെസ്റ്റോറൻറ്റിന് ഒരു ബാംബു ബിരിയാണിയും അതുപോലെ തന്നെ ഞണ്ട് പൊരിച്ച് പുരട്ടിയത് അത് തിന്നാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ശനിയാഴ്ച കാണാം. ബൈ.